യാത്രാമധ്യേ അവർക്ക് വിശന്നു, കയ്യിൽ ഭക്ഷ്യവസ്തുക്കളൊന്നുമില്ല. ഒരു സ്ഥലത്ത് തമ്പടിച്ച് അവര് അടുത്ത് കാണുന്ന വലിയൊരു തറവാട് വീടുണ്ട്. ആ തറവാട്ട് വീട്ടിൽ പോയിട്ട് ഭക്ഷണം വല്ലതും തരുമെന്ന് വെച്ചു. നിങ്ങളെവിടെ? ഞങ്ങൾ യാത്രക്കാരാണ്, മദീനത്തുനിന്ന് വരികയാണ്. യാത്രാമധ്യേ ഞങ്ങൾ ഭക്ഷണമൊക്കെ തീർന്നു പോയി, ഭക്ഷണം തരൂ. ഭക്ഷണം തരുമെന്ന് വെച്ചാൽ കൊടുക്കണം കേട്ടോ. കൊടുക്കാത്തതുകൊണ്ട് വലിയൊരു പരാതി അല്ലാഹു തആല ഖുർആനിൽ വരെ പറഞ്ഞിട്ടില്ലേ? ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ ഇസ്തത്വഅമാ അഹ്ലഹാ ഫഅബൂ യുളയിഫുഹുമാ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും ഒരു നാട്ടിലൂടെ പോയിട്ട് ഭക്ഷണം ചോദിച്ചിട്ട് ആ നാട്ടുകാർ കൊടുത്തില്ല. അത് കൊടുക്കാതിരിക്കുന്ന പരാതി തന്നെയാണ്. ആ നാട്ടുകാർക്ക് ഒരു വിഷമം തന്നെയല്ലേ അത്? ആ നാട്ടുകാർക്ക് മൊത്തം വിഷമാണത്. ആ നാട്ടുകാരോട് മൊത്തം ചോദിച്ചോ ഭക്ഷണം? ഇല്ലല്ലല്ല. അവരെത്തിയ 1-2 വീട്ടുകാരോട് ചോദിച്ചപ്പോ തന്നെ മനസ്സിലായ നാട്ടിന്റെ അവസ്ഥ എന്താണ്. ഈ നാട്ടിലിപ്പോ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നു, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അയാൾ പുറത്തെങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊക്കെ അയാളെ നോക്കി അങ്ങനെ പോയി, എല്ലാവരും പോയി. അപ്പൊ അയാൾ ഈ നാടിനെ വിലയിരുത്തി. എന്താ വിലയിരുത്തിയത്? ഒരു പരിചയമില്ലാത്ത ഒരാളെ വന്നിട്ട് എവിടുന്നാണ് എന്താണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ചോദിക്കാതെ എല്ലാവരും മുണ്ടും മുറുക്കി പോയെങ്കിൽ ഈ നാട്ടിൽ ഭക്ഷണം തരാൻ പറ്റിയ ഒറ്റ കുട്ടിയില്ല എന്നവർ മനസ്സിലാക്കി, അല്ലേ? പഴയ കാലത്തും ഇപ്പോഴൊക്കെ നാട്ടിലെ മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന നാടാണ് ഈ നാട്ടിൽ. അള്ളാഹു ബർക്കത്ത് ദായിമാക്കി തരട്ടെ. മഹാന്മാർക്ക് വലിയ ബഹുമാനമുള്ള നാടാണ് ഈ നാട്. അതുകൊണ്ടല്ലേ മഹാന്മാർ ഇവിടെ വന്ന് കിടന്നാലേ ഇവരോട് പോയി കിടക്കൂലേ? അത് വലിയ ബഹുമാനമുള്ളത് കൊണ്ടല്ലേ. ഇവിടെ ഒരാളെങ്ങനെ കണ്ടു, നമ്മളെ നാട്ടിലെ സ്വഭാവം എന്താ? ജുമാസ്കാരം കഴിഞ്ഞു, മുപ്പരാരാ അറിയില്ല, നമ്മൾ പോയി നോക്കാം, പരിചയപ്പെട്ടു. അസ്സലാമു അലൈക്കും, നിങ്ങളെവിടെ? ഞാൻ കുറച്ച് ദൂരത്താണ്, ഇവിടെ വന്ന് ഞാൻ സിയാറത്തിന് വന്ന്. ആ എന്നാ വരി, ഭക്ഷണം കഴിച്ചിട്ട് പോവാ. മൂപ്പർക്കുള്ള ഭക്ഷണം നേരത്തെ പോലെ റെഡിയാക്കിണോ? ഇല്ല, ഉള്ള ഭക്ഷണത്തിൽ നിന്ന് അതിഥിയായി സ്വീകരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നു. ആ സ്വഭാവമല്ലേ നാട്ടിലുള്ളത്? അത് ഉപ്പാപ്പന്മാര് പഴയകാലത്തെ പുലർത്തിപ്പോന്ന് നമ്മെ പഠിപ്പിച്ചൊരാദരവാണത്. കുറഞ്ഞ വീട്ടുകാരോട് ഭക്ഷണം ചെയ്ത് കൊടുത്തില്ല. അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഹത്താ ഇദാ അതയാ അഹ്ല ഖറിയത്തിൻ. ഒരു ഗ്രാമക്കാരുടെ കൂടെ അവരങ്ങനെ പോയപ്പോ ഭക്ഷണം ചോദിച്ചു. ഫഅബൗ. ആ നാട്ടുകാർ വിസമ്മതിച്ചു. യുളയിഫുഹുമാ, അവരെ സൽക്കരിക്കുന്നതിന്. പിൽക്കാലത്ത് അവരാണ് ആ നാട്ടുകാര് എന്നറിഞ്ഞ കുറച്ച് സ്വഹാബിമാര് മദീനത്തേക്ക് വന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് വന്നിട്ട് അവര് പറഞ്ഞു, കുറേ ഉപഹാരങ്ങളുമായിട്ടാണ് വന്നത്, പ്രസന്റേഷനൊക്കെ ഉണ്ട്. നബിയെ, ഞങ്ങള് മറ്റേ നാട്ടുകാരാണ്, ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. എന്താ വിഷമം? ഖുർആനില് ഞങ്ങളെ ഉപ്പാപ്പന്മാര് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേര് ആ നാട്ടുകാരെ അവരെ സൽക്കരിക്കുന്നതിന് വിസമ്മതിച്ചു എന്നുള്ള ഒരു വിഷയം വന്നിട്ടുണ്ട്. ഞങ്ങളെ നാട്ടുകാരെ പറ്റിയാണല്ലോ അത് വന്നത്. ഏത് നാട് നല്ല ഖുർആനിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, നാടിന്റെ പേരും നല്ല ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളെ നാട്ടുകാരെ പറ്റിയാന്ന് പലരും ഞങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരണം. അബൗ എന്നുള്ളിടത്തുള്ള തായുള്ള പുള്ളി, ബായിന്റെ പുള്ളി ഒന്ന് മേലക്കാക്കിയിട്ട് ഒരു പുള്ളിയും കൂടി ഇട്ടിട്ട് അത്തവും നാക്കി തരണം. അതിനാണ് ഈ പാരിതോഷികങ്ങളൊക്കെ. ചെറിയൊരു ഒരു വകഭേദം, ഒരു മാറ്റത്തിരുത്തൽ. എന്താ ചെയ്യേണ്ടത്? അബൗ എന്നുള്ളിടത്തുള്ള തായുള്ള പുള്ളി എടുത്ത് മേലെ ഇട്ട് ഒരു പുള്ളിയും കൂടി കൊടുത്താൽ അത്തവും. ഈ മഹാന്മാര് സമീപിച്ചു. അയ്യുളയിഫുഹുമാ, അവരെ സൽക്കരിക്കുന്ന ആളുകളേനായി. അപ്പൊ സൽക്കാരം കിട്ടിയെന്നായി. ഒരു ചെറിയ മാറ്റമൊന്ന് പെടുത്തിയാൽ ഞങ്ങളെ കുടുംബത്തിനും ഞങ്ങളെ നാട്ടുകാർക്കും വലിയ സന്തോഷമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇത് അല്ലാഹു എനിക്ക് തരുന്ന വഹയാണ്. മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി. എനിക്കത് മാറ്റം വരുത്താനുള്ള അധികാരമില്ല. നിങ്ങൾ കൊണ്ടുവന്നായിട്ടൊക്കെ തൽക്കാലം വേഗം സ്ഥലം വിട്ടോളി. പാരിതോഷികങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്കത് മാറ്റം വരുത്താൻ പറ്റൂല. അത് അള്ളാഹുവാണ് മാറ്റേണ്ടത്. റബ്ബ് തആലയല്ലേ ഖുർആൻ ഇറക്കിയത്. അത് മാറുമോ? വകഭേദം വരുമോ? നാൾക്ക് നാളിങ്ങനെ ഓരോ വർഷം കൂടുമ്പോൾ മാറുന്ന സുവിശേഷമായത് അല്ലല്ലല്ല. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ്. അത് മാറ്റം വരുത്താൻ എനിക്ക് പറ്റൂല. അള്ളാഹു തആല എനിക്ക് ഓതി തരുന്നു, വഹീ തരുന്നു, ഞാൻ അങ്ങനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ വിശുദ്ധ ഖുർആനിൽ ഈ സംഭവം രേഖപ്പെടുത്തി. ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു മോശപ്പെട്ട സംഗതി തന്നെയാണ്. ഇവരോട് ചോദിച്ചു, ഭക്ഷണം തരുമെന്ന് ചോദിച്ചു. ഈ കബീലക്കാരോട് ഭക്ഷണം തരൂല എന്നുള്ളവര്. പാവപ്പെട്ട സ്വഹാബിമാര് ഭക്ഷണം തരുമെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം തരൂല എന്ന് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് ഭക്ഷണം കിട്ടിയെന്ന് വെച്ചു. അവര് തരൂല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? നമ്മളിവിടെ ഇരിക്കുക, യാത്ര ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയൂല, വിശപ്പല്ലേ. ഏതെങ്കിലും യാത്രക്കാർ വരുമ്പോ അവരെ കയ്യിൽ മിച്ചമുള്ള ഭക്ഷണം കിട്ടിയിട്ട് അതും കഴിച്ച് നമുക്ക് പോകാം. അവരവിടെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോ ഏതാ ആ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വരുന്നു. വന്നിട്ട് ചോദിക്കുന്നു,
നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? മന്ത്രിക്കാൻ കഴിവുള്ള ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഉണ്ട്. എന്തേ സംഭവം? ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റു, അല്ലെങ്കിൽ തേള് കടിയേറ്റു. രണ്ട് രൂപത്തിൽ ഡിവായത്ത് കാണാം. പാമ്പോ തേളോ ഒന്ന് കടിച്ചു, കാലനക്കാൻ കഴിയുന്നില്ല. തായ്ഭാഗത്തുനിന്ന് മേലോട്ട് വിഷമങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്തും നീര് കെട്ടിയിട്ട് തടി ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത അസ്വസ്ഥതയിലാണ്. നിങ്ങൾ വരുമോ? സ്വഹാബത്ത് പറഞ്ഞു ഞങ്ങൾ വരാം. പക്ഷെ നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത കൂട്ടരാ നിങ്ങൾ. അങ്ങനെ വരൂല. അങ്ങനെ സൗജന്യമായിട്ട് നിങ്ങളോട് സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യന്റെ ഒരു ബഹുമാനല്ലേ ഭക്ഷണം ചോദിച്ചാൽ കൊടുക്കുക എന്നുള്ളത്. അതിൽ മതവ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല. അതൊരു മനുഷ്യന്റെ അവകാശമാണ്. ജാതിയും മതവും ഒന്നും നോക്കാതെ കൊടുക്കണ്ടേ ഭക്ഷണം എന്ന് പറഞ്ഞ വെള്ളം എന്നത്. അതുകൊണ്ടല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. യാത്രക്കാരുടെ കൂട്ടത്തിൽ ഒരു നായക്ക്, അവർ കൂടെ കാവലിന് പോകുന്ന ഒരു നായക്ക് കൊടുക്കാനുള്ള വെള്ളമാണ് ഒരാളെ പാത്രത്തിലുള്ളത്. ഉളു എടുക്കാൻ സമയമായി. ആ വെള്ളം കൊണ്ട് ഉളു എടുക്കാൻ പറ്റുമോ? ആ നായക്ക് വെള്ളം വേണം. ആ വെള്ളം നായക്ക് വേണ്ടി കരുതി സൂക്ഷിച്ചുകൊണ്ട് മണ്ണ് കൊണ്ട് തേമം ചെയ്യണം എന്നല്ലേ കൽപ്പന. എത്രമാത്രം മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കണം എന്നാണ്. മുഹ്തറമായ ഒരു ജീവി, കാവലിനുള്ള ജീവിയായ നായ മുഹ്തറമായ ജീവിയാണ്, ബഹുമാനിക്കപ്പെടുന്ന ജീവിയാണ്. വേട്ടക്ക് കൊണ്ടുപോകുന്ന നായ ബഹുമാനമുള്ള ജീവിയാണ്. നാട്ടിലെവിടോ ആർക്കും പരിചയമില്ലാത്ത ജീവിയല്ലത്. ആ കൂട്ടത്തിൽ പോകുന്ന ആളുകൾക്ക് കാവൽ നൽകുന്ന നായയാണ് ആ നായ. ആ നായക്കുള്ള ഒരു വെള്ളം മാത്രമാണ് കൂടെയുള്ളത്. അതെടുത്ത് കുടിക്കാൻ പറ്റൂല, ഉളു കൊടുക്കാൻ പറ്റൂല. അതിന് പകരം അവർ തയമ്മും ചെയ്തിട്ട് ആ വെള്ളം ആ നായക്ക് കുടിക്കാൻ വേണ്ടി കാത്തു വെക്കണം. ഭക്ഷണം ചോദിച്ചിട്ട് തരാ കൂട്ടരാണ് നിങ്ങൾ. അതുകൊണ്ട് സൗജന്യമായിട്ട് മന്ത്രിച്ചേരൂല, എന്തെങ്കിലുമൊക്കെ നിശ്ചയിച്ചു തരണം. എന്ത് വേണമെങ്കിലും തരാം, നിങ്ങൾ വന്ന് മന്ത്രിക്കോന്ന് ചോദിച്ചു. ആ മന്ത്രിക്കാം. അങ്ങനെ പോയി. ഒരു സ്വഹാബിയാ പോകുന്നത്. 10-30 ചില്ലാനം ആളുകൾ യാത്രയിലുണ്ട്. ഒരാൾ പോയിട്ട് ഒരൊറ്റ ഫാത്തിഹയാ ഓതിയത്. ഒരു ഫാത്തിഹക്ക് കോടിയിലധികം വലിയ വിലയാണ്. കോടാനക്കോടി വിലയാണ്. കോടീശ്വരന്മാരുടെ കോടിയിലധികം വിലയാണ്. സഹോദരങ്ങളെ, ആ ഗോത്രത്തലവൻ സമ്പന്നനാണ്. വലിയൊരു ഗോത്രമാണ്, വലിയ സമ്പത്തുള്ളുണ്ട്. വൈദ്യന്മാര് സ്പെഷ്യലായിട്ട് അവിടെയുണ്ട്. പക്ഷേ വൈദ്യ ചികിത്സയും മറ്റൊന്നും ഫലം ചെയ്തിട്ടില്ല. അപ്പോഴാണ് കൂട്ടത്തിലൊരാള് പറഞ്ഞത്, ആ വന്ന ആളുകളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആളുണ്ടോന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞതാണ്. നാട്ടുവൈദ്യന്മാര് ധാരാളമുണ്ട് ഗോത്രത്തിന്റെ കീഴില്. ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊന്നും പരിശോധിച്ചിട്ടൊരു ഫലവും കിട്ടിയിട്ടില്ല. അപ്പോഴല്ലേ അവര് മന്ത്രം ചോദിച്ചു വന്നത്. ഒരു സ്വഹാബി പോയിട്ട് ഒറ്റ ഫാത്തിഹ ഓതി. തീരുമ്പോഴേക്ക് കാലിന്റെ വണ്ണം കുറഞ്ഞുപോയി, വിഷം മാറിപ്പോയി. കാലൊന്ന് അനക്കാൻ കഴിയാത്ത ഗോത്രത്തലവൻ സന്തോഷത്തോടെ നടക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ നമ്മളെ മനസ്സിൽ സംശയല്ലേ, സാധേ നമ്മള് കുറെ ഫാത്തിഹ ഓതിയിട്ട് എന്താ അങ്ങനെ കിട്ടാത്തത്? ഒന്ന് കാര്യം പറഞ്ഞുതരാം. ഒന്ന്, ആദ്യം നമ്മള് മനസ്സിലൊന്ന് ഈമാൻ നല്ലോണം ഉറപ്പിക്കണം. കുറ്റിയുറപ്പുള്ള ഉറപ്പുറപ്പിക്കണം. കാരണം നമ്മളോട് ആരെങ്കിലും ഒന്ന് 114 ഫാത്തിഹ ഓതിക്കോളൂ എന്ന് പറഞ്ഞാല് പലതും ചെയ്തു. കൂട്ടത്തിൽ ഇതൊന്നും ചെയ്തു നോക്കാം. പിന്നെ അള്ളാഹു തആല നമുക്ക് തരാൻ വേണ്ടി, തരാതിരിക്കാൻ വേണ്ടി ഉറച്ച വിശ്വാസത്തോടെ ചെയ്യ്. അങ്ങനെയല്ലേ? മരുന്ന് കുടിക്കുന്ന ആൾക്കും മരുന്നിന് വിശ്വാസം വേണ്ടേ? ഒന്ന്. രണ്ടാമതായി എല്ലാ ട്രീറ്റ്മെന്റും നടത്തിയിട്ട് അവസാനം വരുന്ന മേഖലയാണ് എന്ത്? സാറേ ഞാൻ അവിടൊക്കെ പോയി ലാസ്റ്റ് വേണ്ടത്. ലാസ്റ്റ് വേണ്ടതാണോ? ആദ്യം വേണ്ടതല്ലേ? ആദ്യം വേണ്ടതല്ലേ? ചിന്തിക്കണ്ടേ അതല്ലേ? അതിലല്ലേ നമുക്ക് കൂടുതൽ വിശ്വാസം വേണ്ടത്. അപ്പൊ നമ്മളെ കുടുംബത്തിൽ നിന്ന് അപരാധം അതുകൊണ്ടൊന്നും കാര്യമല്ലപ്പാ, ആ ഹോസ്പിറ്റലിലേക്ക് പോ കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ വിശ്വാസം ആ പറച്ചില് പോയി. നിങ്ങളിപ്പോ ആ ഒരു കുപ്പി വെള്ളം വന്നിച്ചാൽ കാത്തിരിക്കുക. എടുത്ത് വണ്ടി വിടും ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ വന്നിട്ട് 5 ഡോക്ടർമാർ മാറി മാറി പരിശോധിച്ചു. ഒരു ഡോക്ടർക്ക് ഫീസ് 5000 റുപ്യ. രണ്ടാമത് വലിയൊരു വിദഗ്ധനായ ഡോക്ടർ വന്നു, വലിയ മെഡിക്കൽ കോളേജിൽ നിന്ന്. അയാൾക്ക് ഫീസ് 7000 റുപ്യ. പിന്നെ മൂന്നാമത്തെ ഒരാൾ വന്നൊരു ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ 25000 റുപ്യ. ഒരൊറ്റ ദിവസം തന്നെ ഇത്. വൈകുന്നേരം ആകുമ്പോഴേക്ക് കൂട്ടി നോക്കുമ്പോഴേക്ക് 75000 റുപ്യ ചെലവായിട്ടുണ്ട്. നിങ്ങൾ പള്ളിയിൽ ഉസ്താദിനൊന്ന് വിളിച്ചു പറയോ? അപ്പൊ മറ്റാൾ, അതല്ലേ ഞാൻ ഇന്നലെ പോരുമ്പോ തന്നെ പറഞ്ഞത്, മറ്റാൾ മിണ്ടുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ ആൾ മിണ്ടുന്നില്ല. ആളിങ്ങനെ നിൽക്കുക, നോക്കി നിൽക്കുക.
അല്ലെങ്കിൽ ചോദിക്കട്ടെ സഹോദരങ്ങൾ, ഈ ഹോസ്പിറ്റലും സംവിധാനവും ഇത്ര രൂപത്തിലുള്ള ഈ തയ്യാറെടുപ്പൊക്കെ പോകാൻ തുടങ്ങിയിട്ട് പഴക്കം കുറെ ഉണ്ടോ? നൂറ്റാണ്ടുകൾ കുറെ എണ്ണ ഉണ്ടോ? അടുത്ത കാലത്ത് നമ്മളെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ് ഇതൊക്കെ വലുതായിക്കൂടുന്നത്. പഴയ കാലത്ത് നമ്മുടെ കുടിലുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് ആരെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പ്രസവിക്കാൻ പോയിരുന്നോ? ഈ കൂട്ടത്തിൽ തന്നെ എത്ര ആൾക്കാർ പറയും ഞാൻ എന്റെ പുരയിലാണ് എന്റെ ഉമ്മ പ്രസവിച്ചത്? അല്ലേ 10 അങ്ങനെ പ്രസവിച്ച ഉമ്മമാരില്ലേ? അന്നൊന്നും എന്താ അതേ മാലകൾ നിലവിലില്ലേ? അതേ ആയത്തിൽ കുറിച്ചൊക്കെ അല്ലേ? ഈമാൻ ഇല്ല, ബഹുമാനം ഇല്ല, ആ ഒരൊറ്റ വിഷയം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അങ്ങനെയുണ്ട് സഹോദരങ്ങളെ. കാരണം പ്രസവം എന്ന് പറയുന്നു, ഗർഭം എന്ന് പറയുന്നു ഒരു രോഗമല്ല. രോഗമല്ലത്. അത് അല്ലാഹുത്തേല തരുന്ന ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. ആ രംഗം വരുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയത്തുൽ കുർസി ഓതാൻ, അതുപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ, ദുആഉൽ ഖർബ് അധികരിപ്പിക്കാൻ ആരോടാ പറയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവത്തോടടുത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോടും മൈമൂന ബീവിയോടും പറയുന്നു ഇഖ്ലാസ് കൂടുതൽ ഓതി, ദുആഉൽ ഖർബ് കൂടുതൽ ചൊല്ലി, ആയത്തുൽ കുർസി കൂടുതൽ ഓതി. നമ്മളോട് ഇപ്പോ പറഞ്ഞാൽ ആയത്തുൽ കുർസി നോക്കി നിൽക്കാം, വണ്ടി എടുത്ത് വിട്. ആ ആയത്തുൽ കുർസിന്റെ ബഹുമാനം കൂടി വാക്കിൽ പോയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. പഴയ കാലത്ത് അങ്ങനല്ല. ഒരു ഉമ്മ പ്രസവിക്കാൻ നിൽക്കാണ്, ഇപ്പുറത്തുന്നതാ ഉപ്പാന്റെ കയ്യിൽ അല്ലെങ്കിൽ എളാപ്പാന്റെ കയ്യിൽ മൂത്താപ്പാന്റെ കയ്യിൽ ഏട്. അവര് തുടങ്ങി ബിസ്മിൽ മുഹൈമിനി അബ്തദി ഇംലാഇ വബിഹംദിഹി ശുക്രൻ അലൻ നഅമായി ثم الصلاة والسلام على الذي قد خص بالمعراج والإسراء. മറ്റൊരു ഭാഗത്തുനിന്ന് അതാ തുടങ്ങിയിട്ടുണ്ട് ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മാലകളും ബദർ ബൈത്തൊക്കെ തീരുന്നതിന്റെ ഇടക്ക് അപ്പുറത്തുനിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്ങി കൊടുക്കാൻ തുടങ്ങി. എത്ര സന്തോഷ വാർത്ത അങ്ങനെ കേട്ടത്, എത്ര അനുഭവങ്ങളാണുള്ളത്. എന്തേ അന്നും ഇന്നും മാലകൾക്ക് എന്തേ വ്യത്യാസം വന്നത്? ഈമാനും നമ്മളെ കുറ്റിയുറപ്പും പോയതാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ദുനിയാവ് മറ്റുള്ളവർക്ക് ഹലാലായി ജീവിക്കാൻ അള്ളാഹു നമ്മളെ കൊണ്ട് മാർഗാക്കി വെച്ചു. അതാ കാരണം ഓൽക്കൊരു ഹലാലായ ജീവിതം കിട്ടണ്ടേ. അതിന് നമ്മളെ ഈമാന്റെ കുറവൊരു കാരണമായി. നമ്മൾ ഓടിച്ചെന്നു അങ്ങോട്ട്, അപ്പൊ അവിടെ ചെലവായി. അല്ല എത്ര ചെലവ് എത്രയെന്നോ? സർജറി മൊത്തം കൂട്ടി നോക്കുമ്പോ 1,20,000. 1,20,000 നാ പ്രസവിക്കാക്ക നല്ലേ? അല്ല പ്രസവല്ല, ഓപ്പറേഷൻ. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഈ ഓതുന്ന ഓത്തിന് ആ 1,00,000-ക്കാളും വലിയ മൂല്യല്ലേ? ഒരൊറ്റ ഫാത്തിഹ സ്വഹാബി ഓതിയപ്പോഴേക്ക് വിശറങ്ങിപ്പോയി. നടക്കുന്ന ഗോത്രത്തലവൻ പറയുന്നു അവരുടെ ആളുകളുടെ എണ്ണമനുസരിച്ച് ആടിനെ കൊടുക്കൂ. 30 ആടുകളെയുമായിട്ടാണ് ആ സ്വഹാബി സംഘത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ഒരാളാണ് മന്ത്രിച്ചത്, കൊടുത്തത് ഒരാൾക്കല്ല, എല്ലാവർക്കുമാണ്. എല്ലാവരും ഇതേ ലെവലിൽ ഫാത്തിഹ ഓതുന്ന മഹാന്മാരാണ്. ഫാത്തിഹ കൊണ്ട് അല്ലാഹ് നൽകിയ ബഹുമാനമാണ്, ഭക്ഷണമല്ലേ ആ നൽകിയത്. ആ 30 ആടുകളുമായിട്ട് ഇവരെ സവിധത്തിലേക്ക് വന്നപ്പോ സ്വഹാബിമാര് 2 പക്ഷമായി. ഒരു കൂട്ടര് ചിന്തിക്കുന്നു നമ്മളോട് മന്ത്രിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടല്ലേ ഇത് ചോദിച്ചത്. ഇത് ഭക്ഷിക്കുന്നത് ശരിയാകുമോ? പറ്റാത്തത് നമ്മളെ രക്തത്തോട് ചേർന്ന് പോയാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാകൂലേ? നമ്മളിത് കഴിക്കണോ എന്ന് സൂക്ഷ്മതയുടെ ഒരു പക്ഷം. മറ്റൊരു കൂട്ടര് പറഞ്ഞു നമ്മളിപ്പോ നിർബന്ധിത ഘട്ടത്തിലാണ്, ശവം പോലും തിന്നൽ ഹലാലാകുന്നൊരു ഘട്ടത്തിലാണ്, ഭക്ഷിക്കുന്നതിന് തകരാറൊന്നുമില്ല. ഇനി ഇത് പറ്റൂലെങ്കിൽ നമുക്ക് നബി തങ്ങളോട് ചോദിച്ച് മടക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആടിനറുക്കൂ, വിശപ്പ് മാറ്റൂ, ഭക്ഷണം കഴിച്ചു. പക്ഷെ അവരെ മനസ്സിലെ ഭീതി പോയില്ല. മദീനയിലെത്തിയപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു നബിയെ ഞങ്ങൾ മന്ത്രിച്ചത് ഒരാളാണ്, ഒരു ഫാത്തിഹയാണ് ഓതിയത്, 30 ആടുകളെയാ കൊടുത്തത്. എത്രയുണ്ട് വില? 30 ആടുകൾക്ക് 1,00,000 മതിയാ? നല്ല മട്ടത്തിലുള്ള ഒരു ആടിനെ കിട്ടാൻ ഒരു 10-12 റുപ്യ വേണ്ടേ? അപ്പോഴാണ് ഫാത്തിഹന്റെ മൂല്യം മനസ്സിലായത്. ഇപ്പോഴാണ് വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. അവർക്ക് കൊടുത്ത സമ്പത്തിനേക്കാളും വലുത് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ.
നല്ല ഉറച്ച വിശ്വാസത്തോടെ ഓതണം. ഓതിയ റെഡിയാണോ? റെഡിയാണ്. ഫാത്തിഹ ഓതിയ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പഠിപ്പിച്ചതാരാ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഫാത്തിഹ ഓതിയിട്ട് ദുആർക്കണം. ആ ദുആഇന് ഇജാബത്തുണ്ടെന്ന് ലോകത്തെ പഠിപ്പിച്ചത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളിപ്പോഴും ആ ആമീൻ പഠിച്ചിട്ടില്ലല്ലേ? വീട്ടിൽ നിന്ന് ഉസ്താദുമാര് ഭക്ഷണം കഴിച്ചിട്ട് അൽ ഫാത്തിഹ, അപ്പൊ നമ്മൾ അൽ ഫാത്തിഹ ആമീൻ ആമീൻ നല്ല കരുതി ആമീൻ പറയണം. ഫാത്തിഹ ഓതിയിട്ട് ദുആർന്നാൽ ഉത്തരം കിട്ടുന്ന ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ ദുആ ഫാത്തിഹ ഓതിയിട്ടാ ദുആർക്കുന്നത്, സാധാ ദുആ അല്ലത്. ഒരു വെറും ബിസ്മിയും ഹംദും സലാത്തും ഇല്ലേ ദുആണോ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആ? അല്ല. അതും വളരെ ബഹുമാനത്തോടെ ഖൽബൊക്കെ റെഡിയായി നിന്നിട്ട് മനസ്സറിഞ്ഞിട്ട് പറയണം ആമീൻ ആമീൻ. കാരണം നമുക്ക് തന്ന ഉമ്മത്തിന് തന്ന ബഹുമാനമാണ് ഫാത്തിഹ. മുമ്പുള്ള ആളുകൾക്കുണ്ടോ ഫാത്തിഹ? ഇല്ലല്ല. മുമ്പാർക്കും ഫാത്തിഹ കൊടുത്തിട്ടില്ല. മുമ്പൊരാൾക്കും കൊടുക്കാത്ത രണ്ട് വിശുദ്ധമായ നൂറ് അല്ലാഹു എനിക്കും എന്റെ ഉമ്മത്തിനും നൽകിയിട്ടുണ്ട്. അതിലൊന്നായി പഠിപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹ. ഹിയ സബഉൽ മസാനി വൽ ഖുർആനുൽ അദീം. രണ്ടാമത്തേത് അവാഖിറു സൂറത്തുൽ ബഖറ. ബഖറ സൂറത്തിന്റെ അവസാനം ഉസ്തജാബത്തു ദഅവത്തായ ഈ പ്രാർത്ഥനകളില്ലേ, ആമനർ റസൂൽ ഈ ദുആയുണ്ട്. ആമനർ റസൂൽ രണ്ടാമത്തെ ആയത്തിൽ ഈ ദുആയുണ്ട്. ആ ഏഴ് ദുആകളും ഉത്തരം കിട്ടുന്ന ദുആയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അതുകൊണ്ടാണ് ആയത്തുൽ കുർസി ആമനർ റസൂൽ ഒരു രാത്രിയിൽ ഒരു പ്രാവശ്യം ഓതിയാൽ അയാൾക്ക് ആമനർ റസൂൽ മതിയാകും. എല്ലാ ഷർറിനെ തൊട്ടും കാവലായിട്ട് ആമനർ റസൂൽ മതിയാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലൊക്കെ മുഅ്മിനീങ്ങളൊക്കെ ഹദ്ദാദ് ഒന്നുണ്ടില്ല, പള്ളിയിലൊക്കെ ഹദ്ദാദ്, എല്ലാവരും വീട്ടുന്നൊക്കെ ഹദ്ദാദ്. ആ ഹദ്ദാദിന്റെ തുടക്കത്തിൽ ആമനർ റസൂലില്ലേ? ആ രണ്ടായത്തുകൾ ഒരു രാത്രിയിൽ ഓതിയാൽ കഫതാഹു. ആ രണ്ടെണ്ണം മതി, എല്ലാ ഷർറിനും കാവലിനത് മതി. രാത്രി ബുദ്ധിമുട്ടില്ല, വിഷമങ്ങളില്ല, മഹാമാരികളില്ല. നല്ല കാവലല്ലേ അല്ലാഹ് തരുന്നത് ഖുർആൻ കൊണ്ട്. വലിയ ബഹുമാനല്ലേ കിട്ടുന്നത്. അപ്പൊ കോടിക്കണക്കിന് ആളുകളുടെ ആസ്തിയെക്കാളും വലിയ ബഹുമാനമുള്ള ഒരൊറ്റ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒന്ന് മാത്രം നല്ലോണം പഠിക്കണം. 156 അക്ഷരങ്ങളും ശരിക്കും മൊഴിഞ്ഞ് ഓതാൻ അറിയണം. ഫാത്തിഹ സൂറത്തിലെ ശബ്ദകൾ മുഴുവനും മദ്ദുകൾ മുഴുവനും നീട്ടിയും ശബ്ദമൊക്കെ ശരിക്കും ഉച്ചരിച്ചും ഒരു കുറവില്ലാതെ ഓതി പഠിക്കണം. നമ്മളെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഫാത്തിഹ ഓതി കൊടുക്കുക. അതിന് മടിയൊന്നും വേണ്ട. എന്തിനാ മടി? നിസ്കാരങ്ങളും ഫാത്തിഹ അല്ലാഹ് കബൂലാക്കാനാണ്. ഉസ്താദെ ഇന്റെ ഒരു ഫാത്തിഹ നോക്കി നിങ്ങൾ. ഞാനിപ്പോ വയസ്സ് 68 എങ്ങനെ പുസ്തകത്ത് പോയി ഫാത്തിഹ ഓതുക? നല്ല വിനയുള്ള ആളെ മനസ്സാണത്. ഉസ്താദ് എന്റെ ഫാത്തിഹ ഒന്ന് നോക്കി. സംഗതി ബേജാറ് തന്നെയാണ്. കുറെ ഉസ്താദ്മാർക്ക് ഞാൻ ഒന്ന് നോക്കി. അപ്പൊ ആ ഉസ്താദ് ഈ ഖിറാഅത്തിന്റെ സനദുള്ള ഉസ്താദുമാര്, ഈ ഉസ്താദ്മാർക്കൊക്കെ ഖിറാഅത്തിന്റെ സനദുണ്ട്. അവർക്ക് ഖിറാഅത്തിന്റെ സനദും കൊടുത്തിട്ടാണ് ബിരുദം കൊടുത്തും കൊണ്ട് ഇറക്കി വിടുന്നത്. വെറുതല്ല, ഖിറാഅത്തിന്റെ സനദുണ്ട്. മുസൽസലായ സനദാണ് ഖാരിഈങ്ങളെ സനദ്. ആ ഖാരിഈങ്ങൾ ഈ ഉസ്താദുമാരെ ഓത്ത് കേട്ടിട്ട് ആ ഓത്ത് ശരിവെച്ചിട്ടാണ് ഇവർക്ക് തഹ്സീൽ കൊടുത്ത് വിടുന്നത്. അപ്പൊ ആ ഉസ്താദുമാര് നമ്മളെ ഓത്ത് കേൾക്കാൻ ആ ഫാത്തിഹ ഞാനൊന്ന് ഓതിത്തരാം, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ നോക്കാം. ആ ഉസ്താദ് ഓതിയ ആയത്തിൽ അവിടെ അങ്ങനെയാണല്ലോ, ആ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, ഒന്ന് തിരുത്തിയാൽ മതി, ശരിയാവും. എന്താ ചേഞ്ച്? ഉസ്താദ് ഓതിയപ്പോ ഇയാക്കൊക്കെ ശബ്ദുണ്ട്, നമ്മൾ ഓതിയപ്പോ ഇയാക്കൊക്കെ ശബ്ദില്ല. അല്ലാ, ഗുരുതരമായ പ്രശ്നം. നമ്മൾ ഓതിയപ്പോ ഓത്തൊക്കെ നല്ല ഈണത്തിൽ അങ്ങനെ പോകുന്നുണ്ട്. മാലിക് യൗമിദ്ദീൻ ബാക്കിന്ന് കേൾക്കുന്ന പവറോതാണ്. ഉദാഹരണം പറയട്ടോ, ഈ നാളെ മുതൽ ഇങ്ങനെ തന്നെ ഓതി ശീലിക്കണ്ട. അപ്പൊ ഉസ്താദിന്റെ അടുത്ത് ഓതി നമ്മളിങ്ങനെ ഈ ഓത്തന്നെ ഓതിയപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ആ ആയത്തൊന്നുകൂടി ഓതി. അപ്പൊ നമ്മൾ പിന്നെ ഓതി കൊടുത്തു.
നൂനൊക്കെ റെഡിയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ തരിമൂക്ക് തന്നെ നല്ല ഉഷാറായിട്ട് ഉന്നത്തോടു കൂടെ വരുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു ഇയ്യാക്കന്റെ അവിടെ ഒന്ന് കട്ടി കൂട്ടണം, 2 യാ ഉണ്ട്, ഷദ് ഉണ്ട്. ഇയ്യാക്കാന്ന് ഓതണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അങ്ങനെ ഓതണല്ലേ, ഇയ്യാക്ക അങ്ങനെ ഓതിയാണ് ഇയ്യാക്ക. അപ്പൊ ഉസ്താദ് നേരത്തെ ഞാൻ ഓതിയ പോലെ, നേരത്തെ നിങ്ങൾ ഓതിയ പോലെ ഓതിയാൽ വലിയ പ്രശ്നമാണ്. കാരണം ഷദ്ദില്ലാതെ ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ ലൗഉ ശംസ്, സൂര്യപ്രകാശം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കൂട്ടി വായിക്കുമ്പോ ഇയ്യാക നഅ്ബുദു, സൂര്യപ്രകാശത്തെ നമ്മൾ ആരാധിക്കുന്നു എന്നായി. ഓ ഇയ്യാക നസ്തഈൻ, സൂര്യപ്രകാശത്തോട് നമ്മൾ സഹായം ചോദിക്കുന്നു എന്നായി. അപ്പൊ സംഗതി ആകെ പുറത്താണ് കോലാണ്, വിശ്വാസത്തിൽ തന്നെ പുറത്താണ് കോലാണ്. അർത്ഥം വെച്ച് നോക്കുമ്പോ അർത്ഥം മാറുന്ന പിഴവ് എന്ന് പറഞ്ഞാൽ വലിയ പിഴവല്ലേ? വലിയ പിഴവാണ്. 2 പിഴവുണ്ട്, അർത്ഥം മാറാത്ത പിഴവുണ്ട്, അർത്ഥം മാറുന്ന പിഴവുണ്ട്. ഓത്തുകളിൽ ചില വ്യത്യാസങ്ങൾ വരും, അർത്ഥം മാറാത്ത രൂപത്തിലുള്ള പിഴവ്. ഇപ്പൊ ചില ഓത്തിലൊക്കെ നിങ്ങൾ മൊബൈലൊക്കെ നോക്കുമ്പോ ഇതെന്താ അങ്ങനെ ഓതുന്നത് കരുതണ്ട, ഓത്തിൽ ചെറിയ മാറ്റം വരും. നമ്മളെ നാട്ടില് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം അങ്ങനെ ഓതല്. ചില സ്ഥലത്തൊക്കെ പോയാൽ നമ്മൾ ഇങ്ങനെ കേൾക്കും, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം. അപ്പൊ നമ്മൾ എന്ത് ഓത്താ അയാൾ ഓതുന്നത്? അയാളെ പിന്നാലെ തുടർന്ന് നിസ്കരിക്കാൻ തന്നെ പറ്റൂല, അയാളെ പിന്നാലെ തുടർന്ന് നിസ്കരിക്കാം. അത് അയാൾ പഠിച്ച ഖിറാഅത്ത്, ആ കാര്യന്റെ ഓത്തിൽ എങ്ങനെയാണ്? അർത്ഥം ഒരു നിലക്കും മാറ്റല്ല, ഒരു നിലക്കും അത് പിഴവുമല്ല, രണ്ടും ശരിയാണ്. അതെങ്ങനെ രണ്ടും ശരിയാകല്? ഒരു നിലക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്ത? അല്ല, 7 രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ 10 രീതിയിൽ, ശൈലിയിൽ ഓതി കൊടുത്തിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു വീട്ടിന്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്വഹാബി ഓതുന്നുണ്ട്. അവിടെ നിന്ന് ആ ഓത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടും, ആരങ്ങൾക്ക് ഓതി തന്നു ചോദിച്ചു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നത്. എനിക്ക് ഇങ്ങനല്ലല്ലോ ഓതി തന്നത്, നിങ്ങൾ വരീന്നാണ്. ഈ ഓതിയ സഹാബിയെയും കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പോയി. എന്തേ പ്രശ്നം? തങ്ങൾ എനിക്ക് ഓതി തന്നതല്ലാത്ത ഒരു ശൈലിയിൽ അക്ഷരങ്ങളൊക്കെ ഹർക്കത്തുകളൊക്കെ മാറിയിട്ട് ഈ സ്വഹാബി ഓതുന്നുണ്ട്. ഞാനത് കേട്ടിട്ട് ആകെ ആശയക്കുഴപ്പത്തിലായി പിടിച്ചുകൊണ്ടൊന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഓതി. അപ്പൊ ആ സ്വഹാബി ഓതി. തങ്ങൾ പറഞ്ഞു, ഹക്കദാ ഉൻസിലത്, ഇങ്ങനെയും ഓത്തിറക്കപ്പെട്ടിട്ടുണ്ട്, ആയത്ത് ഇങ്ങനെയും അവതരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഓതി. ഉമർ റളിയല്ലാഹു അൻഹു അതാൻ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, വഹക്കദാ ഉൻസിലത്, ഇങ്ങനെയും അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ഉൻസിലൽ ഖുർആനു അലാ 7 അഹ്റുഫ്, ലോകത്ത് ഒരു കലാമിനും ഒരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത സവിശേഷതയാണ് 7 ഖിറാഅത്ത്, 10 ഖിറാഅത്ത് അല്ലാഹുവിന്റെ കലാമിന് സ്വന്തമാണ്. അതിന്റെ വൈവിധ്യങ്ങളിൽ വലിയ സൗന്ദര്യമുണ്ട്, വലിയ മാറ്റമുണ്ട്, വലിയ സന്തോഷമുണ്ട്. ആശയത്തിൽ അതുകൊണ്ട് വ്യത്യാസമില്ല. വേറെ ചില നാടുകളിൽ പോയാൽ ഖിറാഅത്ത് കേൾക്കും, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം. ഇയാളെ ഈ പള്ളിയിൽ ഇമാമാക്കിയത് എന്ന് കരുതണ്ട. ആ ഓത്ത് ആ കാരിന്റെ ഓത്തനുസരിച്ച് ശരിയാണ്. അപ്പൊ ആ ഓത്തനുസരിച്ച് ബാക്കിയുള്ള സൂറത്തുകളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് അതേ രൂപത്തിലുള്ള മുസാഫ് കിട്ടിയാൽ, കാര്യങ്ങൾ കിട്ടിയാൽ നമുക്ക് ഓതി പഠിക്കാനൊക്കെ പറ്റും. സാധിക്കാത്തൊരു കാര്യമൊന്നുമല്ലത്. 7 ഖിറാഅത്ത് അറിയുന്ന, 10 ഖിറാഅത്ത് പോലും അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ നാട്ടിലുണ്ട്, കേരളത്തിലും കേരളത്തിന്റെ പുറത്തൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എത്ര കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു ബഹുമാനാണ്. അവരെ ഓത്തൊക്കെ ആ ശൈലിയുള്ള ഓത്തൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അത് പഠിക്കണം എന്നിങ്ങനെ തോന്നിപ്പോകും. കാരണം അത് ഏറ്റവും വലിയ ഒരു സമ്പത്തല്ലേ ആ ഓത്ത്. അതുകൊണ്ട് ഖുർആൻ ഓത്ത് നന്നാക്കണം. നമ്മുടെ കുട്ടികൾക്ക് നന്നായി ഓത്ത് പഠിപ്പിക്കണം. പഠിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്, സുന്നത്തല്ല. ഖുർആൻ ഓത്ത് പഠിപ്പിക്കണം. മക്കളൊക്കെ നല്ലോണം ഓതാൻ പഠിക്കുന്ന അറിയുന്ന ആളുകളാകണം.